ബൗൾ കയ്യിലെടുത്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ ആദ്യ ഓവർ തന്നെ വളരെ ആവേശത്തോടെയാണ് കാണികൾ അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ബൗളിംഗ് ക്രീസിലേക്ക് ആനയിക്കുകയാണ്. തീർച്ചയായിട്ടും കാണികൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ഈ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അദ്ദേഹം അന്ന് റോഡ് എൻഡിൽ നിന്നാണ് ബൗൾ ചെയ്തത്. ഇന്ന് അദ്ദേഹം അത് മാറി പൗലിൻഡിൽ നിന്നാണ് അദ്ദേഹം ബൗൾ ചെയ്യുന്നത്. ആദ്യ ബോൾ തന്നെ ഓഫ് സ്റ്റംപിന്റെ പുറത്തു പോയൊരു വൈഡിൽ കലാശിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ കളി കാണാനിരുന്ന് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആസ്വദിക്കുന്നു. അതില് അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ എല്ലാവർക്കും ഒരു ആവേശമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ ബോളും വൈഡിൽ കലാശിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഡിറ്റർമിനേഷൻ, അദ്ദേഹം അതിനെടുക്കുന്ന എഫേർട്ട്, ഇത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അതിനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം എല്ലാവരും തന്നെ അത് മനസ്സിലാക്കേണ്ടതും കൂടെ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ ബോളും വഴി കളിച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ഇവരെല്ലാവരുടെയും ഒരു വളരെ തിരക്കുള്ള താരങ്ങളാണ്. അതിനിടയിൽ സമയം കണ്ടെത്തി പരിശീലിച്ച് ഇങ്ങനെയുള്ളൊരു മത്സരത്തിന് വന്ന് കളിക്കുമ്പോൾ അവരുടെ ആ ഒരു ശ്രമത്തെ നമ്മൾ തീർച്ചയായിട്ടും മാനിച്ചും അംഗീകരിച്ചും തന്നെ മതിയാവൂ. അടുത്തൊരു ബോള് ഓസ്കറിന്റെ ജസ്റ്റ് പുറത്ത് ഒരു കട്ടിന് ബാറ്റ്സ്മാൻ ശ്രമിക്കുകയും ബാറ്റിന്റെ മുകളിൽ കൂടെ അത് പോയി കീപ്പർ അത് തടുത്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡെലിവറിക്ക് ശ്രീ മോഹൻലാൽ തയ്യാറെടുത്തിരിക്കുന്നു. അത് ഒരു നല്ല ബോളായിരുന്നു. സ്ലൈറ്റ്ലി ഷോർട്ട് ഓഫ് ലെങ്ത് ആണ്, ലെഗ് സ്റ്റമ്പിലാണ് വന്നത്. എങ്കിൽ പോലും ബാറ്റ്സ്മാൻ അത് ഒരു 2 റൺ മാത്രമേ നേടാനായുള്ളൂ. ലോങ് ഓൺ ഫീൽഡർ വളരെ മനോഹരമായി ആ പന്ത് ഫീൽഡ് ചെയ്ത് തിരിച്ച് മോഹൻലാലിന്റെ കയ്യിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ എവിടെയെങ്കിലും വെച്ച് പന്ത് തൊടുകയാണെങ്കിൽ ആ കേൾക്കുന്ന ആരവത്തിനോട് ഏതാണ്ട് കിടപിടിക്കത്തക്ക രീതിയിലാണ് ഇവിടെ മോഹൻലാൽ പന്ത് തൊട്ട് കഴിഞ്ഞാൽ ഉള്ള ശബ്ദം. മോഹൻലാലിന്റെ അടുത്ത ബോള് ഒരു ഷോർട്ട് പിച്ച്ഡ് ബോള് സ്ക്വയർ ലെഗിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ചിരിക്കുകയാണ്. അത് ഒരു ബൂം ഷക്ക വാ ഷോട്ടായിരുന്നു. അതൊരു വളരെ നമുക്ക് ആ റീപ്ലേയിൽ കാണാം. അതൊരു ഷോർട്ട് ബോള് വളരെ മനോഹരമായി ഫുൾ ചെയ്ത് 4 റൺകൾ നേടിയിരിക്കുകയാണ്. ഈ മത്സരത്തിലെ ആദ്യത്തെ സിക്സറാണ്. മോഹൻലാലിന്റെ ആദ്യ ഓവർ ഇത് ഒരു ബൂം ഷക്ക വാ സ്പെഷ്യൽ മൊമെന്റ് ആണ്. വീണ്ടും ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി ലെഫ്റ്റ് സൈഡിൽ വെച്ച് അതിമനോഹരമായ ഒരു സേവ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. ബൗണ്ടറി ലൈനിന്റെ വളരെ അടുത്ത് വെച്ചുകൊണ്ട് ഡൈവ് ചെയ്ത് ആ പന്തിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അവരുടെ എഫേർട്ടിനെയാണത് തീർച്ചയായിട്ടും മാനിക്കേണ്ടത്. ഒരു സാധാരണ നമ്മൾ ക്രിക്കറ്റ് കളിയിൽ കാണുന്ന അതേ എഫേർട്ട് ഈ താരങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമ്പയർ ആ ബോൾ ഫീൽഡ് ചെയ്തപ്പോൾ അത് ശരീരം ബൗണ്ടറി ലൈനിൽ തൊട്ടിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് തേർഡ് അമ്പയറോട് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഒരു കാലതാമസമാണ്, സമയത്തിന്റെ ഒരു ഇതുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. തേർഡ് അമ്പയറിന്റെ അഭിപ്രായം നമുക്ക് വലിയ താമസമില്ലാതെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. വീണ്ടും പറയുകയാണ്, മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചാനലായ ഏഷ്യാനെറ്റ് ആണ് ഈ വർഷത്തെ കല്യാൺ ജ്വല്ലേഴ്സ് CCL ടൂർണമെന്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ 12.3 ഓവർ കഴിഞ്ഞിപ്പോൾ 78-2 മോഹൻലാൽ അടുത്ത
ബോൾ എറിയുന്നതിന് മുമ്പ് ഫീൽഡിൽ ചെറിയ മാറ്റങ്ങൾ, ഫീൽഡ് പൊസിഷനിൽ ഒരു സ്ക്വയർ ലെഗ്, ഡീപ്പ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ് ഒരു ഫീൽഡർ വന്നിരിക്കുകയാണ്. ഈ ഷോർട്ട് പിച്ച് ഡെലിവറികൾ പുള്ളടിക്കുകയാണെങ്കിൽ തന്നെയും അവിടെ ബൗണ്ടറി ലൈനിൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡറെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ല ബാലേന്ദ്രൻ, ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. സാധാരണഗതിയിൽ വലിയ സ്കോറുകൾ ചേസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സാധാരണ കാണാറ്. ഒന്നില്ലെങ്കിൽ റൺ റേറ്റ് ഉണ്ടാവും, വിക്കറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ റൺ റേറ്റും ഉണ്ടാവില്ല, വിക്കറ്റും ഉണ്ടാവില്ല എന്നുള്ളൊരു സ്ഥിതി പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ഇങ്ങനെയുള്ള വലിയ സ്കോറുകൾ വരുമ്പോൾ ഒരു കോച്ച് എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ നമ്മൾ ചേസ് ചെയ്യാൻ നിങ്ങളുടെ പ്ലെയേഴ്സിനോട് പറയുക? ഏത് തരം ക്രിക്കറ്റിലാണെങ്കിലും വിക്കറ്റുകൾ കയ്യിലില്ലെങ്കിൽ അവസാനം ചേസിങ് ഇമ്പോസിബിൾ ആയി മാറും. അപ്പൊ അതൊരു സെൻസിബിൾ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചിത ഓവർ വരെ ഒരു അടുത്തൊരു ബും ചിക്ക വാവ മൊമെന്റ് ആണ്. ബും ചിക്ക വാവ മൊമെന്റ്. കല്യാൺ ജുവലേഴ്സ് സെലിബ്രേറ്റ് ക്രിക്കറ്റിന്റെ എല്ലാ ആവേശവും ഒപ്പിയെടുത്തുകൊണ്ടുള്ള മത്സരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മിഡ് വിക്കറ്റ് ഫീൽഡർ ഒരു ക്യാച്ച് വിട്ടിരിക്കുകയാണ്. മോഹൻലാലിന് ഒരു വിക്കറ്റ് ലഭിക്കേണ്ട ഒരു ബോളായിരുന്നു. അല്പം ഷോർട്ട് പിച്ച് ആയിരുന്നെങ്കിലും അത് ബാറ്റ്സ്മാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അല്പം 13 ഓവറുകൾ കഴിയുമ്പോൾ 85-2 എന്നുള്ള നിലയിലാണ് മുംബൈ ഹീറോസ്.